ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നിവിൻ പോളിയിൽ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ വീട്ടിലും നമ്മൾ പിന്നെ മരിച്ചുപോയ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലുമാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയാലും, ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ അവരുടെ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, നമ്മുടെ ഈ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഉണ്ട്. അത് വെച്ച് നമുക്കൊന്ന് പോയി നോക്കാം. ആക്ടർ നിവിൻ പോളി പിന്നെ കവിയൂർ പൊന്നമ്മ ചേച്ചി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മുൻപ് നിവിൻ പോളി ചേട്ടനെ കണ്ടതാണ്. അപ്പോൾ കൂടെ ഒരു ഫോട്ടോ കൊടുത്തിരുന്നു. അത് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ നിവിൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ രണ്ടുപേരുടെ വീടും വന്നത് എറണാകുളം ആലുവയിലായിട്ട് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടായിരുന്നു നമ്മുടെ ദിലീപേട്ടൻ്റെ വീട് വരുന്നതും. അപ്പോൾ ദിലീപേട്ടൻ്റെ വീട്ടിൽ പോയ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോണ വഴിയിൽ ഇതേ ഗൈസ് മംഗളവനാണ് ഇത് കാണുന്നത്. ഒരു മംഗളവൻ എന്ന് പറഞ്ഞിട്ട് പക്ഷി സങ്കേത കേന്ദ്രമാണ് ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വനം തന്നെയാണ്, കുറേ മരങ്ങളുള്ള വലിയൊരു മരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മംഗളവനത്തിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് കേരള ഹൈക്കോടതി കാണാൻ പറ്റും. ഇതൊരു ഹൈക്കോടതിയാണ്. അപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള ഒരു കോടതിയാണ്. കണ്ടോ, ഇത്രയും വലിയൊരു ബിൽഡിങ് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഈ വീഡിയോയിൽ അതിൻ്റെ വലിപ്പം കറക്റ്റായിട്ട് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബിൽഡിംഗ് ആണ്. ഇപ്പം നിങ്ങൾക്കിത് ഈ അടിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. ഇപ്പം ഞാൻ വൈഡ് ആംഗിളിലിട്ട് ഷൂട്ട് ചെയ്യണതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ എണ്ണി നോക്കിയാൽ തന്നെ എത്രയും നിലകളുണ്ടെന്ന് നോക്കി. അപ്പം നിങ്ങളിത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഈ കോടതി കണ്ടിട്ടുള്ളവർ. അപ്പോൾ ഇത് എറണാകുളം തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് മറൈൻ ഡ്രൈവും ഉള്ളത്. അപ്പോൾ ഗൈസ്, കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടായത്. അത് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വീട് തന്നെയാണോന്ന് എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കുക, എന്തെങ്കിലും ചെയ്യാം. നേരെ ഈ വഴിയിലായിട്ടാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു റെഡ് കളർ ഗൈസ്, ആ റൈറ്റിൽ കാണുന്ന റെഡ് കളറ് ഒരു മേൽക്കൂരയുള്ള വീടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ട് ഇവിടെ വളച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ആരെങ്കിലും ചോദിച്ചു നോക്കാം, കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ വീടാണോ എന്ന്. ഇതാണ് നമ്മുടെ കവിയൂർ പൊന്നമ്മ ചേച്ചി പണ്ട് താമസിച്ചിരുന്ന വീട്. അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇത്ര നേരം നിന്നത്. പുള്ളി ഇവിടെ താമസം മാറി പോയിട്ട് വാടകയ്ക്ക് താമസിച്ച വീടാണ്. അപ്പോൾ ഇത് ഇനി നമ്മുടെ നിവിൻ പോളി ആക്ടറിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ പണ്ട് താമസിച്ചിരുന്നതാണ്. അതെ ഓക്കെ ഗൈസ്, വന്ന വഴിയിൽ കണ്ടൊരു വണ്ടിയാണ് ഓൾഡ് മോഡൽ, പഴയ മോഡൽ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ എത്തി നിൽക്കുന്നത് ആരുടെ വീടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു ഫ്ലാറ്റിൻ്റെ താഴ്ത്തായിട്ട് കാണുന്ന വീട് നമ്മുടെ നിവിൻ ചേട്ടൻ്റെയാണ്. അപ്പോൾ നിവിൻ പോളി ചേട്ടൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ നിവിൻ പോളി ആക്ടറിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ നിവിൻ പോളി ആക്ടറിൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതന്നെയുള്ള പറയുന്നത്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ജെല്ലൊക്കെ തുറന്നിട്ടുണ്ട്. നിവിൻ പോളി ആക്ടർ ഉണ്ടോയെന്ന് അറിയില്ല. പുള്ളിയുടെ കൂടെ ഞാൻ ഒരു ലൊക്കേഷനിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ബാക്കിൽ നിവിൻ പോളി ചേട്ടൻ്റെ വീടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.